തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ജനഹിതമനുസരിച്ച് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. 2 മണിക്കൂർ യോഗം ചേർന്നാണ് ഇന്ത്യ മുന്നണി തീരുമാനമെടുത്തത്. പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു എന്ന് നേരിട്ട് പറയാതെയാണ് ഇന്ത്യ മുന്നണി തീരുമാനം പ്രഖ്യാപിച്ചത്. ബിജെപിയുടെ ഫാഷിസ്റ്റ് സർക്കാരിനെതിരെ പോരാട്ടം തുടരുമെന്നാണ് പ്രഖ്യാപനം. Against the fascist rule of the BJP led by Modi. We will take appropriate steps at the appropriate time. 2 മണിക്കൂർ നീണ്ട ഇന്ത്യ മുന്നണി യോഗത്തിൽ സർക്കാർ രൂപീകരണ സാധ്യതകൾ ചർച്ച ചെയ്തു. ധൃതിപ്പെട്ട് അത്തരം നീക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഒടുവിൽ തീരുമാനിച്ചത്. ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഇനിയും സാധ്യതകൾ തുറക്കുമെന്നും യോഗം വിലയിരുത്തി. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ ജനവിധി അത് ബിജെപിക്ക് അനുകൂലമല്ല. മോദിക്കും ബിജെപിക്കും അവരുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കും എതിരാണ് ഇപ്പൊ ഇന്ത്യയിലെ ജനവിധി. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ശക്തമായ പ്രതിപക്ഷമായിട്ട് മതിയായ മെജോറിറ്റി ഇല്ല. They don't have a comfortable majority, but people's verdict is against this friend. India Alliance will wait. തൃണമൂൽ കോൺഗ്രസ് അടക്കം സഖ്യത്തിലെ 20 കക്ഷികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്തവർക്ക് യോഗം നന്ദി രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ ഭരണ രാഷ്ട്രീയ ചരിത്രം നന്നായി അറിയുന്നവരാണ് കോൺഗ്രസും കൂടെയുള്ളവരും. വരുന്ന 5 വർഷം പലതും നടക്കാനിരിക്കുന്നുവെന്ന ദീർഘവീക്ഷണവും അവർക്കുണ്ട്. തീരുമാനത്തിന് പിന്നിൽ ഇതാണ്. ഇമ്രാൻ അൻസാരിക്കൊപ്പം മുഹമ്മദ് നൌഫൽ, മീഡിയ 1, ഡൽഹി.